ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കാലസ് കൾച്ചറാണ്. നമ്മുടെ MG യൂണിവേഴ്സിറ്റി MSc ബോട്ടണിയിൽ വന്നിട്ട് ഉള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് കാലസ് കൾച്ചർ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താമസിക്കാൻ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കാലസ് കൾച്ചറാണ്. അപ്പോൾ നമ്മൾ അതേപ്പറ്റി ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം ദ കാലസ് ഈസ് ആൻ അൺസ്പെഷ്യലൈസ്ഡ് ഓർ അൺഓർഗനൈസ്ഡ് മാസ് ഓഫ് സെൽസ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് വെൻ എക്സ്പ്ലാന്റ്സ് ആർ കൾച്ചേർഡ് ഇൻ എ പർട്ടിക്കുലർ ന്യൂട്രിയൻ മീഡിയം വിച്ച് കൺസിസ്റ്റ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. അപ്പോൾ എന്താ കാലസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. കാലസ് എന്ന് പറയുന്ന ഒരു അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മാസ് ഓഫ് സെൽസ് ആണ് അല്ലേ. ഇപ്പോൾ കാലസ് എന്ന് പറയുന്നത് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മാസ് ഓഫ് സെൽസിനെയാണ് നമ്മൾ കാലസ് എന്ന് പറയുന്നത്. ഒത്തിരി സെൽസ് ഇങ്ങനെ അൺഓർഗനൈസ്ഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു ഫോമിനെയാണ് നമ്മൾ കാലസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഒരു എക്സ്പ്ലാന്റ്, നമ്മളിപ്പോൾ ഒരു എക്സ്പ്ലാന്റ് എടുക്കുന്നു. ഒരു എക്സ്പ്ലാന്റ് എടുത്തിട്ട് അതിനെ നമ്മൾ കൾച്ചർ ചെയ്യുന്നു. എന്തിൽ കൾച്ചർ ചെയ്യുന്നു? നമ്മളൊരു ന്യൂട്രിയൻ മീഡിയം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ന്യൂട്രിയൻ മീഡിയത്തിൻ്റെ അത് നമ്മൾ കൾച്ചർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഫോമിൽ കിട്ടും. ഒരുപാട് അൺഓർഗനൈസ്ഡ് ഒരു മാസ് ഓഫ് സെൽസ് നമുക്ക് കിട്ടും. അതിനെയാണ് നമ്മൾ കാലസ് എന്ന് പറയുന്നത്. ദെൻ കാലസ് ആർ പാരൻകൈമാറ്റിക്സ് ഇൻ നേച്ചർ. പിന്നെ കാലസ് എന്ന് പറയുന്ന പാരൻകൈമ നേച്ചർ ആയിരിക്കും. നമുക്ക് പാരൻകൈമ സെൽസിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ പാരൻകൈമ നേച്ചറിലായിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ദർ ആർ 2 ടൈപ്പ് ഓഫ് കാലസ്. അപ്പോൾ നമ്മൾ എന്താ കാലസ് എന്നുള്ളത് നോക്കി. കാലസ് എന്ന് പറയുന്ന ഒരു അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മാസ് ഓഫ് സെൽസ് ആയിരിക്കും. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു എക്സ്പ്ലാന്റിനെ നമ്മൾ എടുത്തിട്ട് ന്യൂട്രിയൻ മീഡിയത്തിൽ നമ്മൾ വേണ്ട ആവശ്യമുള്ള പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എല്ലാം യൂസ് ചെയ്ത് കൾച്ചർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു കാലസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ദെൻ കാലസ് ആർ ഈ പറഞ്ഞ പോലെ പാരൻകൈമാറ്റസ് നേച്ചറിലായിരിക്കും സെൽസ് ഉണ്ടായിരിക്കുക. ഇനി 2 ടൈപ്പ് ഓഫ് കാലസ് ഉണ്ട്. 2 ടൈപ്സ് ഉണ്ടെന്ന്. കോമ്പാക്റ്റ് ആയിട്ടുള്ള കാലസും ഉണ്ട്, ഫ്രയബിൾ കാലസും ഉണ്ട്. അതെന്താന്ന് നോക്കാം. കോമ്പാക്റ്റ് കാലസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷോസ് ഡെൻസ്ലി അഗ്രിഗേറ്റഡ് സെൽസ്. അപ്പം ഇതെന്ന് പറയുന്നത് കോമ്പാക്റ്റ് എന്ന് പറയുമ്പം ഡെൻസ്ലി അഗ്രിഗേറ്റഡ്, അതായത് കുറച്ചുകൂടി കോമ്പാക്റ്റ് ആയിട്ടായിരിക്കും സെൽസ് ഇരിക്കുക. അപ്പോൾ അതാണ് കോമ്പാക്ട് കാലസ് എന്ന് പറയുന്നത്. ദെൻ ഫ്രയബിൾ കാലസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഷോസ് ലൂസ്ലി അസോസിയേറ്റഡ് ആയിട്ടുള്ള സെൽസ് ആയിരിക്കും. അപ്പോൾ അത് ഓർത്തിരിക്കുക. ലൂസ്ലി അസോസിയേറ്റഡ് സെൽസും ഡെൻസ്ലി അഗ്രിഗേറ്റഡ് സെൽസും. അതുപോലെ തന്നെ ഫ്രയബിൾ കാലസിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്കും കാലസ് വന്നിട്ട് സോഫ്റ്റും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബ്രേക്ക് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. കാലസ് ബിക്കം സോഫ്റ്റ് ആൻഡ് ബ്രേക്ക് ഈസിലി. ദെൻ അപ്പോൾ ഇത്രയാണ് കാലസ്. എന്താണ് കാലസും അതിൻ്റെ നേച്ചർ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ 2 ടൈപ്പ് കാലസ് ഉണ്ടെന്നുള്ളത് പറഞ്ഞു. ഫ്രയബിളും ഉണ്ട്, കോമ്പാക്റ്റും ഉണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ കൾച്ചർ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് സെലക്ഷൻ ഓഫ് ഫ്രഷ് ടാപ്പ് റൂട്ട് ഓഫ് ക്യാരറ്റ്. അപ്പോൾ നമ്മളിവിടെ ക്യാരറ്റ് ആണ് എടുത്തിരിക്കുന്ന എക്സ്പ്ലാന്റ് ആയിട്ട്. അപ്പം അതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ടാപ്പ് റൂട്ടാണ് നമ്മൾ എക്സ്പ്ലാന്റ് ആയിട്ട് എടുക്കുന്നത്. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 5% ടീപോൾ സൊല്യൂഷനിൽ 10 മിനിറ്റ് നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഒരു ക്യാരറ്റ് നമ്മൾ എക്സ്പ്ലാന്റ് ആയിട്ട് എടുക്കുന്നു. ദെൻ അതിനെ നമ്മൾ 5% ടീപോൾ സൊല്യൂഷനിൽ വന്നിട്ട് ഡിപ്പ് ചെയ്ത് വെക്കുന്നു. എത്ര നേരത്തേക്കാണ്? ഫോർ 10 മിനിറ്റ്സ്. അപ്പം ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ the piece of taproot of carrot will be cut and again it will be washed in presence of water. പിന്നെ എന്ത് ചെയ്യും? നമ്മൾ അതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് അത് വീണ്ടും നമ്മൾ വാട്ടറിൽ വാഷ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സർഫസ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നു യൂസിങ് സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ വെച്ചിട്ട് സർഫസ് അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം നമ്മളൊരു ക്യാരറ്റിൻ്റെ ടാപ്പ് റൂട്ട് അതെടുത്തു. ദെൻ അതിനെ നമ്മൾ 5% ടീപോൾ സൊല്യൂഷനിൽ 10 മിനിറ്റ് ഡിപ്പ് ചെയ്തിട്ടു. ദെൻ അത് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു പോർഷൻ എടുത്തു. അത് നമ്മൾ വാട്ടറിൽ വന്നിട്ട് വാഷ് ചെയ്തു. അതിനുശേഷം സർഫസ് സ്റ്റെറിലൈസേഷൻ ചെയ്തു യൂസിങ് സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ. ഓക്കെ. ദെൻ ആ ക്യാരറ്റിനെ ഇനി എന്താ ചെയ്യുന്നത് നോക്കാം. ദ ക്യാരറ്റ് ഈസ് റിമൂവ്ഡ് ആൻഡ് വാഷ്ഡ് അഗെയിൻ ടു റിമൂവ് സോഡിയം. പിന്നെ ഈ ഒരു സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ്റെ റിമൈൻസ് ഒക്കെ ആ ഒരു ക്യാരറ്റിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അഗെയിൻ അത് വാഷ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ദെൻ ഇറ്റ് ഈസ് ട്രാൻസ്ഫർ ടു പെട്രി പ്ലേറ്റ്. എന്നിട്ട് അതിനെ വന്നിട്ട് നമ്മളൊരു പെട്രി പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ എന്തായി? നമ്മളൊരു ക്യാരറ്റിൻ്റെ ടാപ്പ് റൂട്ട് ആ ഒരു ക്യാരറ്റ് എടുത്തു. അതിനെ നമ്മൾ 5% ടീപോൾ സൊല്യൂഷനിൽ വന്നിട്ട് നമ്മൾ ആദ്യം ഡിപ്പ് ചെയ്തു. ദെൻ അതിനെ വന്നിട്ട് അത് 10 മിനിറ്റ്സിലേക്ക്. ദെൻ അതിനെ വന്നിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് വാട്ടറിൽ വാഷ് ചെയ്തു. അത് കഴിഞ്ഞ് സർഫസ് സ്റ്റെറിലൈസേഷൻ ചെയ്തു യൂസിങ് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്. അത് കഴിഞ്ഞ് അത്
റിമൂവ് ചെയ്ത് ആ ഒരു സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ഒക്കെ മാറാൻ വേണ്ടി വീണ്ടും വാഷ് ചെയ്തു. അതിനുശേഷം അതിനെ നമ്മളൊരു പെട്രി പ്ലേറ്റിലേക്ക് റിമൂവ് ചെയ്തു. ഇനി എന്താ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നമ്മൾ പെട്രി പ്ലേറ്റിലേക്ക് റിമൂവ് ചെയ്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ദെൻ ഇറ്റ് ഈസ് ട്രാൻസ്ഫർ ടു സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ന്യൂട്രിയൻ മീഡിയത്തിലേക്ക് നമ്മൾ അതിനെ മാറ്റി. എന്നിട്ട് അതിനെ ഇനോക്കുലേറ്റ് ചെയ്തു 25 ഡിഗ്രി സെൽഷ്യസിൽ 6 to 8 വീക്സ്. അത് ഓർത്തിരിക്കുക, 25 ഡിഗ്രി സെൽഷ്യസിൽ 6 to 8 വീക്സ് ആണ് ഇൻക്യുബേറ്റ് ചെയ്തത്. ഇങ്ങനെ ഈ ഒരു ഇൻക്യുബേഷൻ കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ കാലസ് ഫോം ചെയ്യുന്നത് കാണാൻ പറ്റുമേ. ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പായത് കാലസ് ഫോർമേഷൻ. ആ കാലസ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ സെൽ ഡിവിഷൻ ഒക്കെ നടന്നിട്ട് കേട്ടോ, സെൽ ഡിവിഷൻ ഒക്കെ നടന്നിട്ട് കാലസ് ഫോർമേഷൻ ഫോം ചെയ്തു. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി പറഞ്ഞു തരാം. ആദ്യം നമ്മളൊരു ക്യാരറ്റ് എടുത്തു. ക്യാരറ്റിൻ്റെ ടാപ്പ് റൂട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അതിനെ നമ്മൾ 5% ടീപോൾ സൊല്യൂഷനിൽ നമ്മൾ 10 മിനിറ്റ്സ് ഡിപ്പ് ചെയ്ത് വെച്ചു. പിന്നെ എന്താ ചെയ്തത്? 10 മിനിറ്റ്സ് ഡിപ്പ് ചെയ്ത് വെച്ചു. ദെൻ നമ്മളതിനെ കട്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ വീണ്ടും വാഷ് ചെയ്തിട്ട് നമ്മൾ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്ത് സ്റ്റെറിലൈസേഷൻ നടത്തി. എന്നിട്ട് അതിന് അഗെയിൻ വാഷ് ചെയ്തു, ആ ഒരു സോഡിയം ഹൈപ്പോക്ലോറൈറ്റിൻ്റെ ആ ഒരു റിമൈൻസ് ഒക്കെ പോകാൻ വേണ്ടി. ദെൻ അതിനൊരു പെട്രി പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ന്യൂട്രിയൻ മീഡിയ ഉള്ള പ്ലേറ്റിലേക്ക് മാറ്റുന്നു. എന്നിട്ട് അതിനെ ഇനോക്കുലേറ്റ് ചെയ്യുന്നു 25 ഡിഗ്രി സെൽഷ്യസിൽ 6 to 8 വീക്സ് നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുന്നു. അത് കഴിയുമ്പം ഏറ്റവും ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് കാലസ് കിട്ടും. സെൽ ഡിവിഷൻ ഒക്കെ കഴിഞ്ഞ് കാലസ് ഫോർമേഷൻ അവിടെ നടക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാലസ് കൾച്ചർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മളപ്പം എന്താ കാലസ് കൾച്ചർ എന്നുള്ളതാണ് നോക്കിയത്. എന്താണ് കാലസ് എന്നും അതിൻ്റെ പ്രോട്ടോക്കോളും 2 ടൈപ്പ് കാലസ് ഉണ്ടെന്നും ഇത്രയും കാര്യങ്ങൾ നമ്മളിന്നിവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ടൊന്ന് മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ കൂടി ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ എനിക്ക് ഇടാനുള്ളൊരു മോട്ടിവേഷനൊക്കെ കൂടി കിട്ടുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ടൊന്ന് എന്തെങ്കിലും ഫീഡ്ബാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സ് വേണമെന്നുണ്ടെങ്കിലും അതും കൂടി കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്കായിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.